വിഗാണ്. എനിക്കിത് ഇങ്ങനെ കാണിക്കുന്നതിന് എനിക്കൊരു വിരോധവുമില്ല. ചേച്ചി അത് ഇടൂ. അപ്പോൾ രേണു സുധിയാണ് സബ്ജക്റ്റ്. രേണു സുധിയുടെ ലാസ്റ്റ് ഒരു വീഡിയോ, എത്രാമത്തെ വീഡിയോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ അക്കൗണ്ട് കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെച്ചൊരു കാര്യം, ഇനി ഇവരെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വന്നാൽ മാത്രമേ ചെയ്യേണ്ട വരുള്ളൂ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അവരും സൈലൻ്റ് ആയിട്ട് എവിടെയോ ഇരിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു. ആ സൈലൻസ് തന്നെ ആണ് ഇപ്പോൾ അടുത്ത കണ്ടന്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു അവസരം ഉണ്ടാക്കി തന്നത്. കാര്യം ഇവർ ഡൗൺ ആയി തുടങ്ങുന്നുണ്ട്, ഇവരെ റീച്ച് ഡൗൺ ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സംസാരം ഉണ്ടാവുന്നില്ല ഇവരെ കുറിച്ചെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവർ വീണ്ടും ഇറങ്ങും നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടൊരു കോണ്ടന്റ് ആയിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവരെ ഈ ഇന്റർവ്യൂ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ എൻഡ് ചെയ്യുന്നത്, അതായത് ടേക്ക് ഓഫ് ചെയ്യുന്നത് ലാൻഡ് ചെയ്യുന്നതിൻ്റെ രണ്ട് രീതി, ഇവരുടെ ക്യാരക്ടർ രണ്ട് രീതിക്കാണ് വന്നേക്കണേ. അത് ഞാൻ എടുത്ത് പറഞ്ഞുതരാം. ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ രേണുസുധി കോണ്ടന്റ് ഇഷ്ടമുള്ളവർ. അല്ലാത്തവരാണെങ്കിൽ കാണണം എന്നില്ല, അതായത് കുറ്റം പറയാൻ വേണ്ടി ഇവിടെ വന്നിട്ട് കുണയ്ക്കണം എന്നില്ല, നിങ്ങൾ കാണണ്ട, വിട്ടു. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണേ. കാര്യം അത് എനിക്ക് കൂടി ഒന്ന് അറിയണം. കാരണം എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഞാൻ പറയുന്ന രീതി തെറ്റാണെങ്കിൽ എനിക്ക് തിരുത്തണം. അതുകൊണ്ട് മാത്രമാണ്, വേറെ ഒന്നുമല്ല. രേണുവിനെ കുറ്റം പറഞ്ഞ് കാശുണ്ടാക്കാനൊന്നുമല്ല. എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് അല്ല. ഓക്കെ, അത് ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം. സോ എൻഡ് ഓഫ് ദ ഡേ ഞാൻ പണ്ട് പോലെ ഇൻസ്റ്റയിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 1 lakh ഫോളോവേഴ്സ് ഇൻസ്റ്റയിലുണ്ട്. അതായത് അതിൽ നിന്ന് കാശ് കിട്ടിയിട്ടല്ല. ₹1 പോലും ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല. എനിക്ക് വീഡിയോ ക്രിയേഷനോടുള്ള പാഷൻ, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ളത്, കുറേ കാര്യങ്ങൾ കുറച്ച് ഡീസൻസി കീപ്പ് ചെയ്തിട്ട് ചില കോണ്ടൻസ് അങ്ങനെ പറയണം എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. സോ ഒരുപാട് ഇനി പറഞ്ഞ് വഷളാക്കുന്നില്ല, നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം. രേണുസുധിയുടെ ലാസ്റ്റത്തെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളത് കാണണം. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ മോശമായിട്ടുള്ള സിറ്റുവേഷൻ ഒരു അസുഖത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ അടക്കം അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ എന്തായാലും അത് കാണണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതെല്ലാ കാര്യങ്ങളും ചെയ്തോളാം. വീണ്ടും എടുത്ത് പറയണ വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വളർന്നു പോകാൻ പറ്റുള്ളൂ. എൻ്റെ ആദ്യം ഒരു ചാനൽ ഉണ്ടായിരുന്നു, അത് അടിച്ചു പോയി. അപ്പീൽ കൊടുത്തിട്ട് തിരിച്ചു വരികയാണെങ്കിൽ സന്തോഷം. അത് എൻ്റെ കുറ്റം കൊണ്ടൊന്നല്ല അത് അടിച്ചു പോയത്, ഞാൻ അതുകൂടി പറഞ്ഞേക്കാം. അഫ്കോഴ്സ് ഇന്റർവ്യൂവിൽ ഒരു എഫക്റ്റ് വരാൻ വേണ്ടി സൂചിച്ചേട്ടൻ്റെ മാലയിട്ടേക്കുന്ന ഫോട്ടോ ബാക്കിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് രേണുവിൻ്റെ ഫ്രെയിമിൽ. അത് അങ്ങനെയാണ്, അത് അങ്ങനെ വെക്കുള്ളൂ. അത് എന്ത് വന്നാലും അതിലൊരു മാറ്റം ഉണ്ടാവത്തില്ല. ഇനി എൻ്റെ ഓർത്തരെ അത് അവരുടെ ഇഷ്ടം. ഓക്കെ, അതും കൂടി പറഞ്ഞു വെച്ചേക്കാം. സത്യം പറഞ്ഞാൽ അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്യാൻസർ ട്രീറ്റ്മെന്റിലാണ് ഞാൻ. തേർഡ് കീമോ കഴിഞ്ഞ് ഒരു 10-12 ദിവസത്തിന് ശേഷം ഞാനൊന്ന് എന്തായാലും ഉണർന്നു എന്ന് പറയാം, ഒന്ന് വീണ്ടും ജനിച്ചെന്ന് പറയാം. കാരണം കീമോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അനുഭവിച്ചവർക്കും അറിയാം, ആ അനുഭവിച്ചവരുടെ വീട്ടുകാർക്കും അറിയാം, അതായത് ആ പേഷ്യന്റിനെ നോക്കുന്നവർക്കും അറിയാം. കാരണം അത് വളരെ ഒരു എന്താ പറയാ, ഓർക്കാൻ പോലും പറ്റുന്നില്ല, അതുപോലെ ഒരു ഭീകരതയാണ്. കാരണം ആ ഒരു കീമോ മരുന്ന് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ ആ ഒരു ദിവസം തൊട്ട് ഒരു 10-12 ദിവസത്തോളം നമ്മൾ അടക്കിടപ്പായിരിക്കും. നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല. ഒരു പച്ചവെള്ളം, നമുക്ക് ദാഹമുണ്ട്, പക്ഷെ ഒരു പച്ചവെള്ളം കുടിച്ചാൽ നമ്മൾ വൊമിറ്റിങ്ങോടെ വൊമിറ്റിങ്ങാണ്. നമുക്ക് ഒന്ന് അനങ്ങണമെന്നുണ്ട്, പക്ഷെ പറ്റത്തില്ല, കിടപ്പ് തന്നെയാണ്. നമ്മളെ ആ നോക്കുന്നവരില്ലേ, അവരെ സത്യം പറഞ്ഞാൽ ദൈവതുല്യമായിട്ടാണ് കാണുന്നത്, അതുപോലെ ഡോക്ടേഴ്സിനെ. അതുപോലത്തെ ഒരു അവസ്ഥ കഴിഞ്ഞാൽ ഇപ്പൊ എഴുന്നേറ്റിരിക്കുന്നു. ഓക്കെ, ആ അവസ്ഥ ഭയങ്കര ഭയാനകമാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാനൊരു വീഡിയോ വെച്ചിട്ടുണ്ട് രേണുസുധി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റിൽ. ലാസ്റ്റത്തേക്ക് അതിൻ്റെ ടുവേർഡ്സ് എൻഡിലേക്ക് ഒരു പെൺകുട്ടിയുടെ വീഡിയോ വെച്ചിട്ടുണ്ട്. ആ പെൺകുട്ടി ഇതുപോലെ ഹോസ്പിറ്റലിൽ തന്നെയാണ്, 2 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ താമസം. അവളുടെ കാശ് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കുറേ വളർന്നിട്ടുണ്ട്, തമാശയായിട്ട് പറയുക ഞാൻ. ഓക്കെ, അത്രയധികം ഹോസ്പിറ്റലിൽ കിടന്ന് പല രീതിയിലുള്ള ക്യാൻസർ പേഷ്യൻസിനെല്ലാം കണ്ടുവന്നൊരു കുട്ടിയാണ്. ആ പെൺകുട്ടി ക്യാൻസർ പേഷ്യൻ്റ് ആണ് എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഈ അടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരാളുടെ വീഡിയോ കണ്ടായി. അയാൾ എൻ്റെ വീഡിയോ എൻ്റെ പെർമിഷൻ പോലും ഇല്ലാണ്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൂട്ടുകയും അതിൻ്റെ അകത്ത് വെച്ചിട്ട് പറഞ്ഞു തുടങ്ങിയത് ആ പെൺകുട്ടി ക്യാൻസർ പേഷ്യൻ്റ് ആണ്. ഇവരൊക്കെ എവിടെ കൊണ്ടാണ് വീഡിയോ ചെയ്യണത്, എന്ത് രീതിക്കാണ് കണ്ടന്റ് എടുക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ, ഒരു ബോധം വെളിവില്ലാന്ന് ആലോചിക്കുന്നത്. പിന്നെ അങ്ങനെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് മാന്യോട്ട് എന്നോട് വന്ന് സംസാരിച്ചു. കാര്യം പെൺകുട്ടിക്ക് ഭയങ്കര മോശമായിട്ടുള്ളൊരു എഫക്റ്റ് അതിൻ്റെ അകത്ത് ഉണ്ടായി, അതുകൊണ്ടാണ്. കാര്യം പുള്ളി ഉദ്ദേശിച്ചത് അതല്ല, പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അതിൽ കമൻസ് വന്നത് വളരെ മോശമായി പോയി. എനിവേ, ഇവർ പറഞ്ഞ ഈ സാധനം കീമോ ചെയ്ത് കഴിയുമ്പോൾ പെയിനും കാര്യങ്ങളും ശരിയാണ്. പക്ഷേ രേണുസുധിക്ക് ആ പെയിൻ ഇല്ല, അല്ലെങ്കിൽ രേണുസുധി അഭിനയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ. ഇവർ പറഞ്ഞു വെച്ച സാധനം കറക്റ്റാണ്, കീമോ ചെയ്തവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എനിക്ക് ഇനി ഒരു ഡൗട്ടുള്ളത്, രേണുസുധി ഈ കീമോക്ക് മുമ്പോ അല്ലെങ്കിൽ ഇവർ ഓക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് എങ്ങാനും റെക്കോർഡ് ചെയ്ത വീഡിയോസ് ആണോ പിന്നെ ഷെഡ്യൂൾ ചെയ്ത് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഇടുന്നത്? കാരണം ഈ കീമോ ചെയ്തെന്ന് പറഞ്ഞതിന് ശേഷം വന്നിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായി. ഇത്രയും ക്ഷീണവും ഫുഡ് കഴിച്ച അപ്പോൾ വൊമിറ്റ്, വെള്ളം കുടിച്ചാൽ വൊമിറ്റ്, എല്ലാത്തിലും പ്രശ്നവും, കിടക്കുന്ന ആളെ എങ്ങനെയാണ് എണീറ്റ് വന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്? സോ ആ ഒരു ഡൗട്ട് അവിടെ ഉണ്ട്. ആ ഡൗട്ട് ഇവിടെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സാധനത്തിൽ ഒരു ക്ലോഷർ കൊടുക്കുന്നത്. അത് കീമോക്ക് മുമ്പ് നിങ്ങൾ ഇതുപോലെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തിടുന്നതാണോ, അതല്ലെന്നുണ്ടെങ്കിൽ
കീമോ കഴിഞ്ഞ് നിങ്ങളെല്ലാം കഴിഞ്ഞ് എണീറ്റിട്ട് വീഡിയോ ഇടുന്നതാണോ കാര്യം? ആ ഒരു ഡ്യൂറേഷൻ ടൈമിൽ ശരിയാണ് ഇവർ പറഞ്ഞു വെച്ചത്, എണീക്കാൻ പറ്റത്തില്ല, അത്രയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വന്നവരുണ്ട്. ഇനി ഒരു പ്രശ്നമില്ല മനോധൈര്യം എന്ന് നിങ്ങളെല്ലാവരും പറയും. എടാ എന്ത് മനോധൈര്യോടോ? ഇവിടെ ഒരു ആക്സിഡന്റ് പറ്റി കൈയും കാലും ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് കിടക്കണം, മനോധൈര്യം കൊണ്ട് എണീറ്റ് കിടന്ന് 10 റൗണ്ട് ഓടോ? ഇല്ലല്ലോ, പറ്റൂല. അപ്പൊ അതുപോലെ റിയാലിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. മനോധൈര്യത്തിന്റെ ഒപ്പം തന്നെ റിയാലിറ്റി കൂടി അക്സെപ്റ്റ് ചെയ്യണം. ഇവര് നശിച്ചു പോകാൻ വേണ്ടിയല്ല നമ്മളാരും ഇതൊന്നും പറയുന്ന ഒന്നും. ഇവരൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ അതിന് ഇവരൊരു എന്താ പറയുക പബ്ലിക്കായിട്ടൊരു വീഡിയോ ഇടുമ്പോൾ ഇതുപോലെ ക്യാൻസർ പേഷ്യൻസിന് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെങ്ങനെ അവരെ ടേക്ക് കെയർ ചെയ്യണം, അവരെന്തൊക്കെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 100% സപ്പോർട്ട് വന്നേനെ. പക്ഷേ ഇവർ മിസ്ലീഡിങ് ആയിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ. ഇവരുടെ പിക്കപ്പ് ലൈൻ്റെ കാര്യം ഉൾപ്പെടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ. അതിലൊന്നും ആർക്കൊന്നും എതിര് പറയാനില്ല സത്യം പറഞ്ഞാൽ. പിക്ക് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കെയർ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ അതിനെ കെയർ ചെയ്യണം എന്നുള്ളതുണ്ട്. അതൊന്നും രേണുസുധിയുടെ ഒരു സ്ഥലത്തും ഒന്നിലും കാണുന്നില്ല. അതുകൊണ്ട് മാത്രം എടുത്ത് പറഞ്ഞു. അല്ലാണ്ട് ഇവരൊരിക്കലും നശിക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ ലൈഫ് ജീവിച്ചു പോണ്. അതിനേക്കാൾ വേസ്റ്റായിട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്, അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടമാണത്. അവരെ വസ്ത്രധാരത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, അത് അവരുടെ ഇഷ്ടം. അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കട്ടെ. അവർ എക്സ്ക്ലൂസീവ് സാധനങ്ങൾ ഇട്ടോട്ടെ, അതൊക്കെ അവരുടെ കാര്യം. ഓക്കെ. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു അസുഖത്തിൽ കൂടി പോകുന്ന സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട മിനിമം ഒരു ക്വാളിറ്റി ഉണ്ട്. നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി, അത് കീപ്പ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് നമ്മൾ കൂടുതൽ ഇഷ്ടവും. ഇതുപോലെ അസുഖമുള്ള പേഷ്യൻസ് ആയിക്കോട്ടെ, അവരെല്ലാവർക്കും അവർക്കൊക്കെ കുറച്ചതൊരു മോട്ടിവേഷൻ ആവും. ഇപ്പം ഇതെന്തുവാ കാണിച്ചു കൂട്ടുന്നത്? ലോകത്ത് ആദ്യമായിട്ട് ഞാൻ അഗൈൻ ഇത് തന്നെ എടുത്ത് പറയുന്നത്, ലോകത്ത് ആദ്യമായിട്ട് ക്യാൻസർ വന്ന ഒരാളാണ് രേണുസുധി എന്നുള്ള രീതിയിലാണ് ഈ മീഡിയാസും രേണുസുധിയുടെ കുറേ അന്ധരായിട്ടുള്ള ഫാൻസ് കൂടി ഉണ്ടാക്കി വെക്കുന്നത്. എനിക്ക് 2-3 കമൻസ് ഒക്കെ അടുത്ത് വന്നിരുന്നേ, അത് മൈൻഡ് ആക്കാൻ പോകുന്നില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഏറ്റവും കൂടുതൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് നല്ല രീതിക്ക് അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പോർഷൻ തന്നെ ഇവർ പറയുന്നുണ്ട് എടുത്ത്. ഇവരെ ഞാൻ സപ്പോർട്ട് ചെയ്ത സമയം ഉണ്ടായിരുന്നു. ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഇതും കൂടെ കാണുമ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞ, ചേച്ചി ആയതുകൊണ്ട് മാത്രം പിടിച്ചു തന്നാന്ന് ഞാൻ ആദ്യം വന്നപ്പോ പറഞ്ഞില്ലേ. അതെ, ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ക്യാൻസർ എന്ന് പറയുന്ന ഈ രോഗത്തെക്കാൾ ഭയാനകമായിട്ടുള്ള ഭീകരതയായിരുന്നല്ലോ ഞാൻ നേരത്തെയും അനുഭവിച്ചത്. ഇപ്പോഴും അതിനെന്തെങ്കിലും കുറവുണ്ടോ? അപ്പം ഈ അന്ന് കുറ്റം പറഞ്ഞവർ തന്നെയാണ് ഇന്നും പറയുന്നത്. അന്ന് എന്നെ സ്നേഹിച്ചവർ ഇന്നും എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ പിന്നെ കുറ്റം പറയുന്നവരെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഞാൻ ആലോചിച്ച ദൈവമേ, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടായിരിക്കും. ക്യാൻസർ വന്നാൽ മാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം വരണം. ഇപ്പം അതിൽ നിന്ന് തന്നെ ഇവർ തന്നെ പറഞ്ഞു വെച്ച് മാറാത്ത ഒന്നേ ഉള്ളൂ രേണുസുധി മൊത്തം മാറി ക്യാരക്ടർ കളയണമെന്നൊന്നല്ല. ക്യാൻസർ വന്നിട്ടെങ്കിലും ഇത് മാറ്റം വന്നു. അപ്പോൾ എവിടെ മാറ്റം വരേണ്ടതെന്നൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാം. നിങ്ങളുടെ വായിലെ നാക്ക് നിങ്ങൾ വായിന്ന് പറയുന്ന വർത്തമാനങ്ങളും അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. നല്ലൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വന്നതാണ് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം. അതിൻ്റെ വില കളഞ്ഞു. അതിന് ശേഷം കുറേ ലോഡ്ക്ക് ആൽബങ്ങൾ അതൊന്നും. എന്നിട്ട് നിങ്ങൾ ആൽബം നോക്കണം. നിങ്ങളൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്ത് നല്ല ഇനാഗുറേഷൻസ്, നല്ല ഫംഗ്ഷൻസിനൊക്കെ പോയി ഒരു പബ്ലിക് അപ്പിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു PR നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ഇമേജ് ഒന്ന് എലിവേറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള PR ഉണ്ടെങ്കിൽ എത്രയോ പേര് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് സെറ്റായി പോകുന്നുണ്ട്. ആ രീതിക്ക് ഇവർക്ക് പോകായിരുന്നു. നല്ല ഫിലിമുകൾ കിട്ടിയാനെ. ഈ ആരും കാണാത്ത യൂട്യൂബിലെ കുറേ ആൽബങ്ങൾ മോശമെന്നല്ല പറഞ്ഞാൽ, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല, കാണേണ്ട എനിക്ക് താല്പര്യമില്ല. അതിനുള്ളൊരു ഇത് എനിക്ക് തോന്നിയിട്ടില്ല. അതെൻ്റെ കുറ്റമാണ്. ഐ അക്സെപ്റ്റ് ഇറ്റ്, ഐ അഡ്മിറ്റ് ഇറ്റ്. ഓക്കെ. നല്ല നല്ല ഫിലിംസൊക്കെ പോയിട്ട് ചെയ്ത് ആ ഒരു ലെവലിൽ പോകായിരുന്നല്ലോ. അപ്പം ഇതൊക്കെ കളഞ്ഞാൽ നിങ്ങളുടെ ഇതുകൊണ്ടാണ്. പിന്നെ നെഗറ്റീവ് പറഞ്ഞവർ ഇപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവരെ നെഗറ്റീവ് പറയേണ്ട കാര്യത്തിൽ നെഗറ്റീവ് അല്ല, തിരുത്തപ്പെടേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിക്കേണ്ട, ജനങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെ ഒരു വളരെ മോശമായിട്ടുള്ളൊരു അലിഗേഷൻ വന്നപ്പോൾ ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ടിട്ട് അതെന്താന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത, മ്യൂട്ടിലിട്ടിട്ട് വീഡിയോ കാണുന്ന കുറേ ഫാൻസ് ഉണ്ട്. അവർ വന്ന് അവിടെ നിന്ന് തെറി വിളിച്ച് മനസ്സിലായ ഒരുപാട് പേര് അത് ഏറ്റെടുക്കാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അല്ല കുറ്റം പറയണവർ ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഈ ക്യാൻസറിൻ്റെ ഇഷ്യൂ പറഞ്ഞപ്പോഴേക്കും ഒരുപാട് വിഷമിച്ച് തന്നെ നമ്മൾ എൻ്റെ പഴയ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് എല്ലാവരും സപ്പോർട്ടും അറിയിച്ചിട്ട്. എന്നിട്ട് പിന്നെ വന്നിട്ട് ഇവരെ വീണ്ടും നെഗറ്റീവ് അല്ലെങ്കിൽ കുറ്റം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത് എന്താ? എനിക്ക് ഇവരെ കുറ്റം പറഞ്ഞ് മാത്രം കാശ് ഉണ്ടാക്കണം അല്ലെങ്കിൽ റീച്ച് വേണമെന്ന് ഉണ്ടായിട്ടൊന്നുമല്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാമിൽ 10 പൈസ കിട്ടാത്ത സമയത്ത് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവര് ചില പ്രവൃത്തികളുകൊണ്ട് ഞാൻ കുറ്റം പറയേണ്ടതാണ് കുറ്റം പറഞ്ഞിട്ടുണ്ട്. വൈ? ഞാനത് നേരത്തെ ഇപ്പം എനിക്കൊന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ ക്യാൻസർ വിവരം ഞാൻ പുറത്ത് വിട്ടതിന് ശേഷം, ഒരുപാട് ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂ ഒരു ചാനലിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഞാൻ അന്നും പറയുന്ന പോലെ എൻ്റെ കാര്യം, അപ്പം ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഈ റീച്ച് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അപ്പം എന്ത് കാണിച്ചാലും റീച്ച് ആകുക എന്ന് പറയുന്നൊരു സംഭവം
ഉണ്ട്. അതുകൊണ്ടാവാം അങ്ങനെ രേണുസുതി ബാത്റൂമിൽ പോയാൽ വരെ വാർത്ത കൊടുക്കുന്ന റീച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ചിന്തിച്ച്, വിധവയായിട്ടുള്ളൊരു സ്ത്രീ, അവൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാതെ അവൾ എന്തിനീ ഇങ്ങനെ കാണിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് ആൽബത്തിൽ അഭിനയിക്കുന്നു? നേരത്തെ കുറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ, അവള് ഭർത്താവ് മരിച്ചല്ലേ, സുധിച്ചേട്ടന്റെ പേരിൽ ഇവള് പിന്നെ എന്തിനാണ് ഇറങ്ങി നടക്കുന്നത്, ഇവൾ എന്തിനാണ് ആൽബം ചെയ്തത്, ഇവൾ എന്തിനാണ് ഈ കോപ്രായം കാണിക്കുന്നത്, ഇത്ര നാളത്തെ കുറ്റം അതായിരുന്നു. ഇപ്പൊ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അടുത്ത കുറ്റം, ഇവക്ക് അടങ്ങിയിരിക്കാൻ മേലെ ഇവളെന്തിനാണ് റീൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ മാത്രം സന്തോഷിച്ചാൽ പാടില്ലെന്നാണോ ഈ രേണുസുതി എന്ന് പറയുന്ന? 2 കാർഡ് ഇതിൻ്റെ അകത്ത് ഇറക്കിയിട്ടുണ്ട്. ഒന്ന് വിധവാ കാർഡ്, അത് അസ് യൂഷ്വൽ പണ്ട് പോലെ ഇവർ ഇറക്കുന്ന ഒരു കാർഡാണ്. പിന്നെ ഒന്ന് മറ്റേ സുഖമില്ലാത്തതിന്റെ കാർഡ്, അത് പുതിയതായിട്ട് ഇപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ കാർഡ്. പിന്നെ നിങ്ങൾ എന്തിന് ആൽബത്തിൽ അഭിനയിക്കുന്നു, നിങ്ങൾ എന്തിന് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ല, അങ്ങനെയല്ല ആൾക്കാർ ഉദ്ദേശിച്ചു. ഇത് എന്തിന് ഈ ആൽബത്തിലൊക്കെ അഭിനയിക്കുന്നത്, രണ്ടും വ്യത്യാസമുണ്ട്. ക്വസ്റ്റിന്റെ ടോൺ, ഐ മീൻ വേർഡ്സ് ഒന്നാണെന്നുണ്ടെങ്കിൽ പറയുന്ന രീതിക്ക് മനസ്സിലായല്ലോ. എന്തിന് ഇതുപോലത്തെ ആൽബത്തിൽ അഭിനയിക്കുന്നു എന്ന് ചോദിച്ചത്. പിന്നെ എഗെയിൻ എക്സ്ക്ലൂസീവ് കണ്ടന്റ്. നിങ്ങളെ കുലസ്ത്രീ ആയിട്ട് കാണുന്ന കുറേ സ്ത്രീകളുണ്ട്, അവർക്കത് കാണുമ്പോൾ കുരി പൊട്ടും. നമുക്കൊന്നും ഒരു കുഴപ്പമില്ല, എന്തോ ഇനി ചെയ്തു, അതിന് കാശ് കൊടുക്കാനുള്ളവർ കാശ് കൊടുക്കട്ടെ, കാണട്ടെ, അത്രയേ ഉള്ളൂ. എന്തോന്നൊക്കെയാണ് ഇവർ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. നിങ്ങൾ വീണ്ടും പറഞ്ഞു തന്നെ ലോകത്ത് ആദ്യമായിട്ട് ക്യാൻസർ ഉള്ള ആൾ നിങ്ങൾ മാത്രവും. ഷെടാ, അത് വലിയ പാടാവേണ്ടത്. വന്നത് അത്രേ ഉള്ളൂ, അത്രേ ഞാൻ കരുതുന്നുള്ളൂ. ഈ ഒരു കടുകട്ടിയായിട്ടുള്ള വാക്കുകളാണ് യൂസ് ചെയ്യാറുള്ളത്. അതായത് പലപ്പോഴും അതിന്റെ ക്യാപ്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഞാൻ തന്നെ കണ്ടിട്ട് അയ്യോ ഇവരെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വരെ തോന്നിയിട്ടുണ്ട്. ആണോടെ മുത്തേ. എന്നിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ആങ്കറിന്റെ വാക്കുകൾ ഞാൻ മാനിച്ചുകൊണ്ട് തന്നെ പറയാം. ഇവരുടെ ഈ രേണുസുതിയുടെ ഇന്റർവ്യൂ വീഡിയോയുടെ ക്യാപ്ഷൻ ടൈറ്റിലാണ് കാണുന്നത്, ഞാൻ മരിക്കുമല്ലോ, ക്യാൻസർ വന്നില്ലേ, രേണുസുതി എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. അവലെ മരിക്കൂന്നൊക്കെ, ക്യാൻസർ വന്നില്ലേ മരിക്കൂന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ അങ്ങോട്ട് കിട്ടണം. ആ ക്യാപ്ഷൻ ടൈറ്റിലും കുഴപ്പമില്ലാല്ലേ. ഇതേ സാധനം തന്നെയല്ലേ ഓരോ യൂട്യൂബേഴ്സ് എടുത്ത് അവരെ തമ്മിൽ ആഡ് ചെയ്തിരുന്നത്. എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആദ്യമായിട്ട് രേണുസുതി കൊടുക്കുന്ന ഇന്റർവ്യൂ ഇത് ജീവിതത്തിൽ. ചുമ്മാ വന്നിട്ട് എൻഡ് ഓഫ് ദ ഡേ എല്ലാവർക്കും വേണ്ടത് അവരുടെ കയ്യിലേക്ക് കാശ് കിട്ടണം, അതിന് കോണ്ടന്റ് വേണം. ഓക്കെ, കോണ്ടന്റ് ക്രിയേഷനിൽ നിൽക്കുന്ന ഇതുപോലത്തെ ഓൺലൈൻ മീഡിയാസ് ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ചാനൽസ് ആയിക്കോട്ടെ, എല്ലാവരും തമ്പനയിലും ടൈറ്റിലും വെച്ചിട്ടാണ് കുറേയൊക്കെ പിടിച്ചിരിക്കുന്നത്. തമ്പനയിലും ടൈറ്റിലും പച്ച വരാതെ ഇട്ടിട്ട് കണ്ടന്റിനകത്ത് ഒരു കുന്തവും ഇല്ലാത്ത എത്രയോ യൂട്യൂബേഴ്സ് ഇവിടെ ഉണ്ട്. ശരിയല്ലേ? തമ്പനയിൽ ക്ലിക്ക് ബൈറ്റ് യൂസ് ചെയ്യണം, എന്നാലേ ആൾക്കാർ കയറി കാണുള്ളൂ. അല്ലാതെ ഒന്നുമില്ല ഇട്ട് കഴിഞ്ഞാൽ വളരെ ചുരുക്കം. അല്ലെന്നുണ്ടെങ്കിൽ അത്രയും ഒരു ലെവൽ ഓഫ് ഒരു വ്യൂവർഷിപ്പ് കുറേ വർഷങ്ങളായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു യൂട്യൂബർ ആയിരിക്കണം. ഇപ്പോൾ ഫ്രഷേഴ്സ് വരുമ്പോൾ, ഫ്രഷ് ആയിട്ടുള്ള ഓൺലൈൻ മീഡിയാസ് വരുമ്പോൾ, ദേ ഹാവ് ടു യൂസ് ദിസ് കൈൻഡ് ഓഫ് സംടൈംസ് മിസ്ലീഡിങ് തമ്പനയിൽസ് ആൻഡ് ടോട്ടലി അൺഫെയർ ആയിട്ടുള്ള കുറേ ടൈറ്റിൽസ് യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ മിനിമം ഒരു എത്തിക്സ് കീപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. എപ്പോഴും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മിനിമം എൻ്റെ ടൈറ്റിലും തമ്പനയിലും ഈ വീഡിയോയുടെ അകത്തുള്ള എന്തെങ്കിലും കോണ്ടന്റ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടി കൊടുക്കാറുണ്ട്. ഇതിൽ രേണുസുതി മരിച്ചു പോണ കാര്യമാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ലല്ലോ, അവരായിട്ടുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇന്റർവ്യൂ അല്ലേ. ആ ഇന്റർവ്യൂ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്നുള്ളത് കാണുന്ന വ്യൂവേഴ്സിനെ ഞാൻ മനസ്സിലാക്കി തരാം. അപ്പം മനസ്സിലാക്കാൻ പറ്റും ഈ ഇന്റർവ്യൂവിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതും രേണുസുതിയുടെ ഉദ്ദേശം എന്താണെന്നുള്ളതും. എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോ ഈ ഇന്റർവ്യൂവിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് വന്നേക്കാം. അവൾക്ക് ഇപ്പോഴും അഹങ്കാരം കുറഞ്ഞിട്ടില്ല, അവൾ ക്യാൻസർ വന്നിട്ട് അവൾക്ക്, ഞാൻ പറയട്ടെ, അഹങ്കാരം കുറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഉള്ളിലെ ഈ ഒരു എന്താ പറയുക ധൈര്യമാണ് ഞാൻ ഈ ക്യാൻസർ വന്നിട്ട് പിടിച്ചു നിൽക്കാൻ കാരണം. എനിക്കൊരു മോനുണ്ട്, ഒരു 7 വയസ്സ് ഇപ്പം ആകുന്നതേ ഉള്ളൂ. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് എനിക്ക് തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. ഈ കാര്യം അപ്പൊ കമന്റിൽ നെഗറ്റീവ് വരുമെന്ന് ഇവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതുപോലത്തെ വീഡിയോ ഇടുന്നത്. ഞാൻ എഗെയിൻ എടുത്ത് പറയാം, ഈ കമന്റിൽ നെഗറ്റീവ് വരുമെന്നുള്ളൊരു വാക്ക് ഇവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വർക്കൗട്ട് ആവുന്ന സൈക്കോളജി എന്താ, ഈ ആൾക്കാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കമന്റ് ബോക്സ് കയറി നോക്കി വായിക്കാൻ തുടങ്ങും. ചിലപ്പോൾ അവർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വായിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അത് പ്ലേ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഇവരിത് വായിക്കും. സോ അത്രയും വ്യൂസ്, റിട്ടൻഷൻ, ഓഡിയൻസ് റിട്ടൻഷനാണ് സംതിങ്, അല്ല വേടിയാൻ മറന്നത്, അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക ആ വീഡിയോയിൽ. ഇതൊക്കെ ഓരോ ഹുക്കപ്പാണ്. ഈ വീഡിയോക്കുള്ള വ്യൂസ് കൂട്ടാനും റീച്ച് കൂട്ടാനൊക്കെ ഉള്ള ഓരോ ഹുക്കപ്പാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഞാൻ ഓൺ ദ സ്പോട്ട് അവിടെ സ്ക്രീൻ റെക്കോർഡ് ഓണാക്കി വെച്ചിട്ട് ആ കമൻറ്റ് അങ്ങോട്ട് എടുത്ത്, കാര്യം എൻ്റെ ഒരു വ്യൂ കൊണ്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടട്ടെ, കമൻറ്റ് ഞാൻ കാണിച്ചു തരാട്ടാ. ഫുൾ നെഗറ്റീവ്. ഇതിൽ ഒരു ടെസ്റ്റ് കൂടി ഉണ്ട്, പറഞ്ഞുതരാം. നോക്കി, കിച്ചുവിനെ എന്നാണ് രേണു നോക്കിയത്, 2ാം ഭാര്യ എന്തിനാ സുധിയെ ഉപേക്ഷിച്ചത്, അങ്ങനെ എന്തോ ഒരാൾ അത്യാവശ്യം ഒരു വലിയൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. സെൻറ്റി കച്ചവടം, 2ആനമ്മ എന്നും 2ആനമ്മ, രേണുവിന് മുടി പോയതാണോ ആങ്കറിന്റെ സങ്കടം. അത് വരുന്നുണ്ട് കേട്ടാ, കരയണം കട്. നാക്ക് ഇപ്പോഴും ശരിയല്ല, അഹങ്കാരം മാറ്റമില്ല, ചേച്ചിക്ക് ദുഷ്ട സ്ത്രീയാ കൊച്ചു. ഫുള്ള് നെഗറ്റീവാ. അഹങ്കാരം, വിവരമില്ലായ്മ പ്ലസ് രേണുസുതി, എന്തൊരു സ്ത്രീയാ ഇത്. രേഷ്മയുടെ സംസാരമാണ് ഇന്റർവ്യൂ, ഇവളുടെ അഹങ്കാരം, കിച്ചുവിനോട് അസൂയ. സത്യം കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോകൂടി.
സത്യമായിട്ടും. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇന്നലെ ഉച്ചവരെ ഇന്നലെ വൈകുന്നേരം വരെയൊക്കെ ഇതിൽ ഫുൾ നെഗറ്റീവ് കമൻസ് ആയിരുന്നു. അത് കണ്ടിട്ട് കുരു പൊട്ടിയിട്ടാണോ എന്നറിയില്ല, കുറച്ച് പോസിറ്റീവ് കമൻസ് ഇന്ന് കാലത്ത് പോലും വന്നു തുടങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നത്. ഒരു ബന്ധമില്ലാത്ത കുറച്ച് പോസിറ്റീവ് കമൻസ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതും വൈഡാണല്ലേ. എന്നാ നിങ്ങൾ ജനങ്ങളൊന്നും ആലോചിച്ച് നോക്കി. ഞാനിവിടെ ഇന്ന് നോക്കി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്, എനിക്ക് ഇവരായിട്ട് വേറെ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ ഇത്രയും ആൾക്കാർ ഈ ഇൻ്റർവ്യൂ വീഡിയോ കണ്ടു ഇത്രയും പേര് നെഗറ്റീവ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവരെന്ത് മെസ്സേജാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വീഡിയോ കൂടി? ഇവരെന്ത് ഇമേജാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇവർ രക്ഷപ്പെടാൻ വേണ്ടി തന്നെ ഇപ്പോഴും ഞാനടക്കമുള്ള എല്ലാവരും ഇവരെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ക്രിയേറ്റർ ഉണ്ട്, ഒരു പയ്യൻ. അവനുൾപ്പെടെ അവൻ്റെ വീഡിയോ പലവണ പറഞ്ഞിട്ടുണ്ട് ഇവർ അസുഖമാണെങ്കിൽ രക്ഷപ്പെട്ട് വരട്ടെ, നമ്മൾ ആരും വീഡിയോ ചെയ്യുന്നില്ല, ഇനി അതുകൊണ്ട് അസുഖം കൂടാനാണെങ്കിൽ വേണ്ടാന്ന്. പക്ഷെ അഗെയിൻ ഈ ഒരു ലേഡി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ സ്വയം ഹെയ്റ്റ് ചെയ്ത് നെഗറ്റീവ് പബ്ലിസിറ്റി മാത്രമാണ് ഇവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ രേണുവിന്റെ ഗർഭം പിന്നെ ഒരു മോർ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നി ഗർഭക്കഥ എനിക്ക് തോന്നുന്നത് ഞാൻ ബിഗ് ബോസിൽ ആയിരുന്നപ്പം ഇറങ്ങിയ സംഭവമാണ്. ഞാൻ ഇറങ്ങിയ ഉടനെ മുൻ ബിഗ് ബോസ് താരവും എൻ്റെ ഒരു ഫ്രണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അവരെയൊക്കെ, ഞാൻ ഫ്രണ്ടെന്ന് കരുതിയ ഒരാൾ എന്നെപ്പറ്റി ഇറക്കിയ ഒരു സംഭവമാണ്. ഞാൻ സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം, ഞാൻ വീണ്ടും അത് കുത്തിപ്പൊക്കുക എന്ന് കരുതരുത്, ഞാനത് സംസാരിക്കട്ടെ. സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി അബോർഷനാക്കി എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാന്ന് തോന്നുന്നു ഈ വൃത്തികെട്ട ഈ വ്ളോഗർ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. ഇതിനെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ്? അതിന്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. കിച്ചു അങ്ങനെ ആക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. തിരിച്ചറിവുള്ള അല്ലെങ്കിൽ ബോധം വെളിവുള്ള ആൾ തന്നെയാണ്. അതൊക്കെ ഏതോനെടാ അമ്മാരിയൊക്കെ അവരതൊക്കെ പറഞ്ഞിട്ട്. ഇനി എനിവേ അതവിടെ കിട്ടെ. ഈ ഒരു വിഷയത്തിൽ ഇത് ആരാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. ഞാനത് പേര് വീണ്ടും എടുത്തിടുന്നില്ല. അഗെയിൻ നമ്മളത് വലിച്ചെടുക്കുന്നില്ല. ആ പറഞ്ഞ വ്യക്തിയുടെ ആ വോയിസ് ഉൾപ്പെടെ എല്ലാം വെച്ചിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്ന് ഞാനിവിടെ നാട്ടിലുണ്ടായിരുന്നു. യൂറോപ്പിൽ നിന്ന് നാട്ടിലെത്തിയ സമയം, ബിഗ് ബോസ് സീസൺ തുടങ്ങിയ സമയം ഞാനിവിടെ ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ വളരെ ശക്തമായിട്ട് ഇത് പറഞ്ഞുണ്ടാക്കിയ ആൾക്കാരെയും മറ്റുമൊക്കെ ഞാൻ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. ഓക്കെ, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രേണുവിനെ. കാര്യം അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിൽ പ്രത്യേകിച്ച് ഒരു വാലിഡിറ്റി ഇല്ലാത്തൊരു ഒരു എന്താ പറയുക, ഒരു കച്ചറ വർത്താനം ഇപ്പോൾ അവരൊക്കെ കൂടി പറഞ്ഞു വെച്ചത്. ഓക്കെ, അതവിടെ തീർന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഉൾപ്പെടെ ഇത്രയും മോശമായിട്ടുള്ള സാധനം വന്നിട്ട് സപ്പോർട്ട് ചെയ്തൊരു വിഷയം അതാണ്. അതെനിക്ക് ഒരിക്കലും ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. യാതൊരുവിധ പ്രൂഫോ തെളിവുകളോ ഒന്നും ഇല്ലാതെ ബ്ലൈൻഡായിട്ട് ഒരാൾ വന്നിട്ട് ഇതുപോലത്തെ അപരാധം പറയുന്നത് പറഞ്ഞാൽ ആ ഒരു ലേഡിയുടെ ക്രെഡിബിലിറ്റീനെ അവിടെ ഒന്ന് ചോദ്യം ചെയ്യപ്പെട്ടു. ഈ പറഞ്ഞ ബിഗ് ബോസിലെ മുൻ കണ്ടസ്റ്റൻ്റ് ആയിരുന്ന ആ ഒരു ലേഡിയുടെ. എന്നിട്ട് ഈ പറഞ്ഞ ലേഡീനെ ഈ ലാസ്റ്റ് നമ്മുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തമ്മിലൊരു ഷോ ഉണ്ടായില്ല, ആ ലേഡീനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് സംസാരിക്കേണ്ട വിഷയത്തിൽ നമ്മൾ സംസാരിക്കണം. അത് ഇന്നയാൾക്ക് മറ്റേ ടാർഗറ്റഡ് ആയിട്ട് നെഗറ്റീവ് മാത്രം പറഞ്ഞ് അടിച്ചു വെക്കുന്ന ഒരു യൂട്യൂബേഴ്സ് ഉണ്ട് കൈൻഡ് ഓഫ്. അതുപോലത്തെ ആളല്ല ഞാൻ. വീട്ടിൽ വന്നപ്പം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്നപ്പം ഇവരെന്തുകൊണ്ട് അവരെ സൽക്കരിച്ച് അതിനകത്ത് കയറ്റി? എന്നിട്ട് വലിയ വായിൽ പോസ്റ്റ് ഇട്ടല്ലോ കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ എന്ന്. അത് ചേച്ചിയോട്ടുള്ള കുരു പൊട്ടാനാ? എനിക്കെന്ത് കുരു പൊട്ടാനാ? 11 വയസ്സിൽ തള്ള പോലെ സ്വന്തം പെറ്റതള്ള അന്ന് ഉണ്ടായിരുന്നു. പിന്നെയാണ് അവർ മരിച്ചത്. പെറ്റതള്ള ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെയും രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ഒരു ഭർത്താവിനെയും കൂടെ ഞാൻ നോക്കിയതാണോ തെറ്റ്? അപ്പൊ ഇതെന്താ അവര് കൊള്ളൂലെന്നാണ് പറഞ്ഞത്? രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ഒരാളെയും പെറ്റതള്ള വരെ ഉപേക്ഷിച്ച ഒരാളെയും ഈ പറയുന്ന ഒരു സംസാരത്തിൽ നിന്ന് ഇവരൊരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇത് തന്നെ കുറച്ച് മാന്യമായിട്ട് പറഞ്ഞുവിടെ അവർക്ക്. ഇപ്പൊ ഇത് ഈ ശുചിച്ചേട്ടാന്ന് പറഞ്ഞ ഐക്യ രാമാനം പറഞ്ഞത് അയാളേക്ക് എന്താ കൊള്ളൂല്ലാണ്ടാക്കി കളഞ്ഞു ഇവരിപ്പ ഈ ഒരൊറ്റ ഡയലോഗിൽ. രണ്ടാമത്തെ ഭാര്യ പോലെ ഉപേക്ഷിച്ച ഒരാളെ അയാളെ സ്നേഹിച്ച് ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഫോട്ടോ, ഇദ്ദേഹത്തെ സ്നേഹിച്ച് ആ കുഞ്ഞിനെ ഞാൻ ബോർഡിങ് നിർത്തിയോ? ഒരു വാക്കുകൊണ്ട് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല 11 വയസ്സുള്ള കുട്ടീനെ. ആ 11 വയസ്സ് തൊട്ട് ഈ 17 ഈ 18 സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞും 1 വർഷം എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാനൊരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ മറന്ന് ക്ഷമിച്ചു ഞാൻ മുന്നോട്ട് പോയതാണ്. എനിക്ക് അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇത്രയൊക്കെ അറിയാം. എന്നെ പലപ്പോഴും ദ്രോഹിച്ച് ഈ സ്ത്രീയെ വീട്ടിൽ കയറ്റി ഇരുത്തണമെങ്കിൽ ഇവരെന്തുകൊണ്ട് എന്നെ അപ്പൊ എന്താണ് ഇവർ മനസ്സിലാക്കി? അവര് കയറ്റിയിരുത്തിയ സ്ത്രീ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ല. അതായത് സുധിയുടെ ഫാമിലിയും കാര്യങ്ങളും. ആ സ്ത്രീ അവിടെ കയറ്റിയിരുത്താത്തതൊക്കെ അവരുടെ ഇഷ്ടം. ഓക്കെ, അവർ കയറ്റിയിരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും ഒരു ഹേറ്റോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി അവർക്ക് വന്നിട്ടുണ്ടാവുമല്ലോ. അതെന്തിനാണ് നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്ക്. സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ ഈ പറഞ്ഞ കിച്ചുവിനെ 7 വർഷം കൂടെ നിർത്തിയതിൻ്റെ അതിൻ്റെ ഗുണമാണ് അവൻ കഴിഞ്ഞ ഒരു ഫെബ്രുവരി ആ ടൈം ആയപ്പോൾ ഒരു വീഡിയോ ഇട്ടത്, മൈ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. അതോടുകൂടി അതും കഴിഞ്ഞല്ലോ. അതിലൊന്നും തെളിയിക്കാനോ ഇതാക്കാനോ പറ്റിയിട്ടില്ല. 500-1000 കൊടുത്തതിൻ്റെ കണക്കും പറഞ്ഞിട്ട് നിങ്ങൾ അന്ന് വന്നിട്ട് കുറേ നെഗറ്റീവ് ആ ചെക്കനെ എതിരിറക്കി.
എന്തൊക്കെ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് പോലും ഓർമ്മയില്ല അല്ലേ. ഇവിടം തൊട്ട് നിങ്ങളൊരു കാര്യം ഇനിയുള്ള ഈ വീഡിയോ തൊട്ടുള്ള നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ രേണുവിൻ്റെ ഒരു ക്യാരക്ടർ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. ഈ ഇൻ്റർവ്യൂ തുടങ്ങുന്ന സമയം തൊട്ട് ഈ കിച്ചുവിൻ്റെ സബ്ജക്റ്റ് വരുന്നത് വരെ ഇവർ സംസാരിച്ച് ചിരിച്ചിട്ടും വേറൊരു രീതിയിലാണ്. ഇത് വന്നു തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് എന്തോ ഒരു സാധനം കയറിയ പോലെയാണ് ഇവർ പറയുന്നത്. ഫുൾ നെഗറ്റീവ്. ആ ചെക്കനെ കുറിച്ച് ഇവർക്ക് ആ ചെക്കൻ്റെ സബ്ജക്റ്റ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇൻ്റർവ്യൂ എടുക്കുന്ന ലേഡീനോടുത്ത് പറയാം ഇത് വിടുന്നുള്ളത്. ഓഫ് കോഴ്സ് അവർക്ക് ക്ലിക്ക് ബൈറ്റ് വേണം, അവർക്ക് ഇൻ്റർവ്യൂവിൽ സെല്ലിംഗ് പോയിന്റ്സ് കുറച്ച് വേണം, എന്നാലും ഇൻ്റർവ്യൂ റീച്ച് ആവുള്ളൂ. ബട്ട് ഈവൻ ദോ അവർക്ക് പറയാം, രേണുവിന് പറയാം ഓക്കെ ഈ സബ്ജക്റ്റ് വിടാം. കാരണം ഇത്രയും അത് ഭയങ്കര മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അതൊക്കെ അവസാനിച്ച് അവൻ്റെ വഴിക്ക് അവൻ്റെ ഒരു കരിയറായിട്ട് പോകുന്നു, എല്ലാം അങ്ങനെ പോകുന്നു ഇവരുടെ രീതിക്ക്. പിന്നെ എന്തിനീ സബ്ജക്റ്റ് വീണ്ടും എടുത്തിട്ട് വീണ്ടും ആൾക്കാരുടെ ഇടയിലേക്ക് ചർച്ച വിഷയമാക്കണം, നമ്മളെ പോലുള്ളൊരു വീഡിയോ ചെയ്യണം. സോ ദാറ്റ് ഈസ് നെഗറ്റീവ് റീച്ച്. അവനെ വെച്ചിട്ട് വീണ്ടും റീച്ച് ഉണ്ടാക്കണം. ഇതിപ്പോൾ രേണുസുദിനെ വെച്ചിട്ട് നമ്മൾ റീച്ച് ഉണ്ടാക്കുമെന്ന് പറയില്ലേ. രേണുസുദി കിച്ചുവിനെ കുറിച്ച് കുറ്റം പറയുന്ന വീഡിയോസ് വന്നാലേ രേണുസുദിക്ക് റീച്ച് കിട്ടുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തി അല്ലേ? ശരിയല്ലേ? ആ ചെക്കൻ എന്തെങ്കിലും കാര്യം ഇവരെ കുറിച്ച് ഇപ്പോൾ പറയാനോ സംസാരിക്കാനോ വരണ്ട. അപ്പോൾ അതിൽ കൊണ്ടുവന്നിട്ട് ഇത് തന്നെന്തിനാ? സിമ്പിൾ. ഇതിൽ ആൾക്കാർ പറയുന്ന അഹങ്കാര അസൂയം കൊണ്ടാണ് അവൻ ജീവിച്ചു പോകുന്നതിൻ്റെ. മേ ബി ആയിരിക്കാം. കാര്യം അതല്ല, ആ കാര്യങ്ങളെല്ലാം ഇവരും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇവർക്ക് അവനെക്കുറിച്ച് അവൻ്റെ ഒരു പേഴ്സണൽ കുറ്റങ്ങൾ പറയാനാണെങ്കിൽ അതൊക്കെ. പക്ഷേ ഇവനിപ്പോൾ പോകുന്ന സക്സസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കുറ്റങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ അതിങ്ങനെ ഓരോ പോയിന്റായിട്ട് ഇട്ടുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞിട്ടില്ല, അവൻ്റെ ഇഷ്ടം, അവൻ്റെ അപ്പൻ്റെ വീട്ടുകാരെ അവന് വേണമെങ്കിൽ, അല്ലെങ്കിൽ അവർ ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, ഇപ്പോഴും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഞാൻ തന്നെയല്ലേ ആ കുഞ്ഞിനെ നോക്കുന്നത്. ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചെങ്കിൽ ഞാൻ നല്ല കുറെ പാവം കമന്റ്സ് വരും. അയ്യോ അവള് പാവം കൊണ്ടിട്ട് എനിക്ക് അരി മേടിക്കാൻ പറ്റൂ? എനിക്ക് ആരെങ്കിലും കൊണ്ട് തരുന്നുണ്ടോ? തരാന്ന് പറഞ്ഞു ഒരുപാട് പേര് ക്യാൻസർ ആയപ്പോൾ രേണുവിനെ സഹായിക്കും. ആര് തന്നേനോ തരാത്തേനോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നത്, എനിക്ക് ആരുടെയും ഒന്നും വേണ്ട. ആരോടും ഞാൻ ചോദിക്കുന്നുമില്ല. എന്നിട്ട് നാളെ പറയാ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന എന്റെ പൈസ കൊണ്ടാണ്, അവള് ക്യാൻസർ വന്ന്. ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ദൈവത്തോർത്ത് ഇവരെ ഇതുവരെ സഹായിച്ച ഇവരുടെ സഹപ്രവർത്തകർ, സിനി ആർട്ടിസ്റ്റ്, ഫിലിം ആർട്ടിസ്റ്റ്, മറ്റു മേഖലകളിലുള്ളവരെല്ലാവരും പിന്നെ സാധാ ജനങ്ങളുടെ അടുത്തും കൂടിയായിട്ട് പറഞ്ഞേ ദൈവത്തോർത്ത് സഹായിക്കല്ലേ. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് യൂട്യൂബ് ചാനൽ വഴി അവർക്ക് കാശ് കിട്ടുന്നുണ്ട്, ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്, പിന്നെ അല്ലറ കാശായിട്ടുള്ളതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു വരുമാനം യൂട്യൂബിൽ നിന്ന് ഉൾപ്പെടെ ഉണ്ട്. നിങ്ങൾ സഹായിക്കല്ലേ, അവസാനം സഹായിച്ചിട്ട് രേണുവിനെ നിങ്ങൾ തന്നെ കുറ്റം പറയും എന്ന് അവർ തന്നെ പറഞ്ഞു നോക്കുമ്പോഴേക്കും ഇത്രയും നാൾ സഹായിച്ച ആൾക്കാർക്ക് ഉൾപ്പെടെ കിട്ടിയല്ല, തിരുപ്പതിയായല്ല. ഞാൻ ആദ്യമേ തൊട്ട് എൻ്റെ വീഡിയോയിൽ പറയുന്ന ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് കിട്ടേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ടുള്ള റവന്യൂ ഒക്കെ അവർക്ക് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലും പറ്റാണ്ട് അഷ്ടിക്ക് വകയില്ലാത്തൊരു നിങ്ങളുടെയൊക്കെ ഈ സഹായിക്കാൻ ഓടിയെടുക്കുന്നവരുടെയൊക്കെ പഞ്ചായത്തിൽ തന്നെ ഉണ്ടാവും. ചെയ്യടോ, അവിടെ പോയി സഹായിക്കും. എന്തിനാ? അവർക്ക് അധ്വാനിച്ച് കാശ് ഉണ്ടാക്കേണ്ട. അതുകൊണ്ടാട്ടോ, അല്ലാണ്ട് കുറ്റമായിട്ട് പറഞ്ഞല്ല, അവർക്ക് അധ്വാനിച്ച് കാശ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലാത്ത ആർക്കെങ്കിലും കൊടുക്കും. എന്നിട്ട് രേണുവിൻ്റെ അടുത്ത് പറയാം രേണുവിന് വേണ്ടി വേറൊരു ക്യാൻസർ പേഷ്യൻറ്റിനെ ഇതുപോലെ കാശ് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കണം. നല്ലതാണ്, നന്മ കിട്ടും, നിങ്ങൾക്കും കിട്ടും, രേണുവിനും കിട്ടും. കുരു പൊട്ടുന്നവര് പൊട്ടട്ടെ ഇവരുടെ പോസ്റ്റാ. അതിന്റെ തലേന്നും കൂടെ എന്റെ വളർത്തുമകന് ഞാൻ പൈസ കൊടുത്തിട്ടിരിക്കുക. 500-200 രൂപ അല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്. 500 മനസ്സിലാക്കാൻ ശ്രമിക്കാൻ ഞാൻ പിന്നീടാണ് അറിയുന്നത്. ഈ പല വ്ളോഗേഴ്സിനെയും അല്ല. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ദാസിന് എന്തും പറയാം, അത് കുഞ്ഞ്, അവനെന്തും പറയാം. രേണു സുധിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ രേണു സുധിയുടെ വീട്ടുകാര് രേണു സുധി നികൃഷ്ട ജീവികൾ, വൃത്തികെട്ട ആൾക്കാര്, അങ്ങനെയാ. രേണു സുധിക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അന്നേരം പാവം കുഞ്ഞ്. ഇതിന്റെ ഇടയിൽ വരുന്ന കമന്റ്സ് കണ്ടോണം. ഇപ്പോഴേ ഞാൻ പറയാം എന്തൊക്കെയാ വരുന്നതെന്ന്. അവൾ അവനെ ഇട്ടുകൊടുത്തതല്ല, പല കാര്യങ്ങളും ഞാൻ മൗനം പാലിച്ചിരുന്നു. ഇനി അങ്ങനെ മൗനം പാലിക്കുന്നില്ല. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ക്യാൻസർ വന്നിട്ട് എന്നെ തെറി പറയുന്നവർ തന്നെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ചിത്ര, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ആരും ഒന്നും കൊണ്ട് തരുന്നില്ല. എത്രയോ പേര് എനിക്ക് കൊണ്ട് ഞാനതൊക്കെ പിന്നീട് സംസാരിക്കാം. ആരും കൊണ്ട് കൊടുക്കല്ലേട്ടോ, ഇനി ആരും കൊണ്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയട്ടെ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനൊരു സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ചാനൽ രേണു സുധിക്ക് ഫൈൻ. ഈ ചാനലിൽ ഇപ്പൊ പറഞ്ഞു ഇത്രയും നാളായിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല, ഇനി ഞാൻ മിണ്ടും. എന്ത് പറയണ്? അവൻ ഇത്രയും നാളായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരെത്ര തവണ വന്ന് പറഞ്ഞിട്ടുണ്ട്? ഇവർ പറഞ്ഞിട്ടില്ലേ? ഇവരുടെ ഒരു കുജി പൊട്ടിയിട്ട് ഇവർ വന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ചെറുക്കനെ കുറിച്ച്. അവൻ്റെ മറ്റേത് അടിക്കണം, മറിച്ചടിക്കണം, പല കാര്യങ്ങൾ ഞാൻ പറയണം. അവൻ മറ്റേ ചാറ്റ് ചെയ്തതും ചാറ്റും സ്ക്രീൻഷോട്ടൊക്കെ ഉൾപ്പെടെ കാണിച്ചിട്ട് നെഗറ്റീവായിട്ട് ഇവർ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവർ പറഞ്ഞത് ഞാൻ ഇന്നവരൊന്നും പറഞ്ഞിട്ടില്ല. ഇവർ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവർക്ക് വീണ്ടും ഹെയ്റ്റ്, നെഗറ്റിവിറ്റി ഒക്കെ കൂടിയത്. എല്ലാവരും ചോദിക്കണം ആ ചെക്കൻ്റെ കാര്യം നോക്കി ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ചോദിക്കണേ? ആ വിഷയം കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ കുറേ ആയിട്ട് അവൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു ഇവരെ കുറിച്ച് ഒരു കാര്യം പോലും പറയണേ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഇവർ വന്നിരുന്നു ഇപ്പോൾ പറയണവർക്ക് എന്ത് കാര്യത്തിന്? ഇനി ഇത് എന്തുകൊണ്ട് ഇവർ യൂട്യൂബ് ചാനലിൽ ഇടുന്നില്ല എന്നറിയോ? അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനൊരു ലിമിറ്റഡ് ഓഡിയൻസ്, ലിമിറ്റഡ് വ്യൂവർഷിപ്പ് ആ രീതിയിൽ അങ്ങോട്ട് പോകും. ഓക്കെ, ഇത് എക്സ്ക്ലൂസീവായിട്ടൊരു ചാനൽ ഇൻ്റർവ്യൂ കൊടുക്കാൻ നിൽക്കുമ്പോഴേക്കും പറഞ്ഞ കാശ് അവർ കൊടുക്കും. ആണാ?
ചെറിയ ചെറിയ ക്രിയേറ്റേഴ്സ് ഉൾപ്പെടെ കാശ് ഇങ്ങോട്ട് ഇൻ്റർവ്യൂവിന് ഇങ്ങോട്ട് കിട്ടൂടാ, വണ്ടി ചെലവ് മറ്റു കാശൊക്കെ ആയിട്ട് എന്നിട്ട് പോകും. ഞാനൊരു സ്ഥലത്തൊന്നും കാശ് വാങ്ങാറില്ല കേട്ടോ ഇൻ്റർവ്യൂവിനെ വിളിക്കുമ്പോൾ. ഒരു ചാനൽ ഇതുപോലെ ഇൻ്റർവ്യൂ എടുത്തിട്ട് അവർ ഇതുവരെ എയർ ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കാനും പോയിട്ടില്ല. എൻ്റെ പെട്രോൾ അടിച്ച് ഞാൻ എൻ്റെ കാശും കൊടുത്തിട്ട് അവിടെ പോയി ഇൻ്റർവ്യൂ എടുത്തിട്ട് വന്നാൽ ഞാൻ 2-3 തവണ ആ വ്യക്തി എടുത്ത് ചോദിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു നോക്കുന്നുള്ളൂ. കാര്യം കുറച്ചും കൂടി ഒന്ന് നോക്കിയിട്ട് എനിക്ക് സംസാരിക്കാനുള്ള എന്തായാലും സംസാരിക്കാം. ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞാൽ നമ്മളെ വന്ന് വിളിച്ച് നമ്മളവിടെ ചെന്ന് അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഇത്ര നാളെ 2-3 മാസമായിട്ട് ഇതുവരെ അത് റിലീസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പെട്രോൾ അടിച്ച കാശ എൻ്റെ സമയം വിലവാക്കി അവിടം വരെ വന്നതാ. ഒക്കെ അങ്ങനത്തെ കുറേ ടീമുകൾ ഭയങ്കര മോശം. അതൊന്നും അൺപ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ചെയ്യരുത്. ആൾക്കാരെ വിളിച്ച് ഇതാക്കരുത്. എനിക്ക് വേറെ കുറേ ഇൻ്റർവ്യൂസ് പല പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അത്ര സെലക്റ്റീവായിട്ടേ പോകാറുള്ളൂ. എൻ്റെ ഇഷ്ടമാണ്, എനിക്ക് പരിചയമുള്ള ആൾക്കാർ അങ്ങനെ ഞാൻ പോകാറുള്ളൂ. ഇത് അവർ എണ്ണം പറഞ്ഞ് കാശ് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇൻ്റർവ്യൂവിന്. അത് നല്ല റവന്യൂ ഉണ്ടാവും. ഈ ചാനലിൽ ഈ അടുത്തുള്ള കുറച്ചധികം വീഡിയോസ് ഞാൻ നോക്കിയപ്പോൾ ഒരൊറ്റ വീഡിയോയിൽ 100 കേട മോളിൽ പോയിട്ടില്ല. ഈ വീഡിയോ ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടെ 170 കേട മോളിൽ പോയിട്ടുണ്ട്. മനസ്സിലായ? അതാണ് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പൊക്കി പിടിക്കുന്നവരുണ്ടല്ലോ, ഈ 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എന്താണെന്ന അമ്മ ഞാൻ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് ഇവൻ എന്താണ് അവിടെ പോയി നിൽക്കായിരുന്നത്? ഇന്ന് 22 വയസ്സുള്ള യുവാവാണവൻ. ഇന്ന് പൈസ ഉണ്ട് ആവശ്യത്തിന്. അന്നൊന്നും ഇല്ലായിരുന്നപ്പോൾ ഞാനുണ്ടായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അന്ന്. എന്താണ് മനസ്സിലായി? എനിക്ക് വിഷമമുണ്ട്, ദണ്ണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അല്ല, ഞാൻ പറയത്തില്ലായിരുന്നു. ഇന്ന് വരെ എൻ്റെ നാക്ക് ഒരു നെഗറ്റീവ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ പറ്റിയോ എൻ്റെ വളർത്തു മകനെ പറ്റിയോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് പറയേണ്ട വന്നു. അത്ര ഞാൻ അനുഭവിച്ചു. ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് പോലും ഒരു നോക്ക് എന്നെ കാണാൻ വന്നു. വിഷമമുള്ളവരുടെ വിഷമം, ആരുടെ വിഷമം തീർക്കട്ടെ എന്ന്. ആരുടെ വിഷമം രാഹുൽ ഇന്ന് വരെ വിളിച്ചു. ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടേക്കുക. എന്തിനാണ് ഇനി ഇതിന്റെ ഇടയിൽ കമന്റ് വരട്ടെ? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അതിന്റെ പേര് എന്റെ പൊന്നടാവേ, ഇവര് പറഞ്ഞൊരു സാധനം കേട്ട് ഇന്നേ വരെ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല അന്ന് കിച്ചുവിനെ കുറിച്ച്. ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരുടെ ഞാൻ ചോദിക്കുന്ന ഒറ്റ ക്വസ്റ്റൻ, ഇവർ ഇന്നേ വരെ കിച്ചുവിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഇവർക്കൊരു മേജർ ഹെയ്റ്റ് പിന്നെയും വന്നത്. ശരിയല്ലേ? പിന്നെ ക്യാൻസർ പേഷ്യൻ്റ് ആണ്, ഒരു നോക്ക് വന്ന് നോക്കിയാൽ നിങ്ങൾ ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് വഴിയെ പോണ ഒരാൾക്കാരൊക്കെ ആ വീടിന്റെ മുമ്പിൽ വന്നിട്ട് കുമ്പിട്ടിട്ട് പോണു. ഇടയിൽ ലോകത്ത് ക്യാൻസർ പേഷ്യൻസ് ഒരുപാട് പേരുണ്ട്. എൻ്റെ ഈ പഞ്ചായത്ത് നോക്കിയാൽ തന്നെ എത്ര ആൾക്കാരുണ്ടാവുന്ന അറിയൂ. അവരൊക്കെ അവരുടെ ട്രീറ്റ്മെന്റ് ആയിട്ട് അവരവരുടെ കാര്യങ്ങളായിട്ട് എല്ലാവരും പോകുന്നു. നിങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയ ആക്സസ് ഉള്ളതിൻ്റെ പേരിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ നിങ്ങളെ കേൾക്കാൻ കുറേ പേരുള്ളതിൻ്റെ പേരിലും ഇതുപോലത്തെ അപരാധങ്ങൾ വന്നിരുന്ന് പറഞ്ഞ് നെഗറ്റിവിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ as that. ഇതിൽ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളില്ല. എഗെയിൻ ഞാൻ പറയണേ, ഇവർ നെഞ്ചത്ത് ഇങ്ങനെ ഇടിച്ച് കരയണമെന്നോ അങ്ങനെയൊന്നും അല്ല നമ്മളാരും ഉദ്ദേശിക്കണം. മിനിമം ഈ അസുഖമൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴേക്കും അസുഖത്തിൻ്റെതായിട്ടുള്ളൊരു സാധനമൊക്കെ ഒന്ന് കാണിക്കടേ, അത്രേ ഉള്ളൂ. കഷ്ടം തന്നെ മുതലാണ് ഈ കഷ്ടം തന്നെ ഫുള്ള്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇവരുടെ എക്സ്പ്രഷനും രീതികളെല്ലാം മാറി. ഇന്റർവ്യൂവിൻ്റെ ഇപ്പോൾ ഫുൾ അവനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അങ്ങോട്ട് ദേവി എന്നുള്ള സീനായി. രണ്ടുപേരെ കാര്യത്തിൽ എനിക്ക് ഇവരുടെ കാര്യത്തിൽ സത്യം പറയുമ്പോൾ സഹതാപം പാവം തോന്നുന്നു. കിടന്നിട്ടുണ്ട്. ഈ കുഞ്ഞിനെ ഞങ്ങൾ പട്ടിണി കിട്ടിട്ടില്ല പിള്ളേരെ. അതൊക്കെ എന്തുകൊണ്ട് മറക്കുന്നു? എനിക്കെതിരെ എന്നിട്ട് കുറെ വ്ളോഗർമാർക്ക് ഓരോ ഇൻഫർമേഷൻ കൊടുക്കുക. ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. അതിൽ കൂടെ എന്തെങ്കിലും പൈസ കിട്ടുമായിരിക്കും പൈസ. ഇനി ഇതിനെതിരെ എന്ത് വന്നാലും ഞാൻ തളരത്തില്ല. ഇതിനെതിരെ ഇപ്പൊ സോഷ്യൽ മീഡിയ വലിയ വിവാദം ഉണ്ടോ? അവള് കൊച്ചിനെ ഇട്ട് കൊടുത്തി. ഞാൻ ചോദിക്കട്ടെ, അവന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ, എനിക്കും പറയണ്ടേ? കണ്ടാ പറയണ കേട്ടവര് ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ടും ആ ചെക്കന് ഒന്നും മിണ്ടാത്തോടത്ത് ഇവര് വന്നിരുന്നിട്ട് ഈ വർത്താനം പറയേണ്ട വല്ല കാര്യമുണ്ടോ? അവർക്കറിയാം സോഷ്യൽ മീഡിയയിൽ ചർച്ച ആവണമെന്ന്. അതുകൊണ്ട് അവരാണ് പറഞ്ഞത്. ചർച്ച ആയല്ലോ, ഇനി അവൻ വന്ന് എന്തെങ്കിലും പറയണമായിരിക്കും. വേഗം ഇടും മോനെ, കണ്ടന്റ് വേണ്ടേ നമുക്കൊക്കെ. ഇത് നമ്മളൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം എന്തിനാ അറിയോ? ഇവരിത് അവോയ്ഡ് ചെയ്യാനാ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ കമന്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ അവിടെയും ചെന്ന് കമന്റ് ചെയ്യണം, നിർത്ത് എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞു എന്നാലും കുഴപ്പമില്ല. പിന്നെ വ്ളോഗേഴ്സിന് കാശ് കൊടുക്കുന്നത്, വ്ളോഗേഴ്സ് ഇവന് കാശ് കൊടുത്തിട്ട് ഇൻഫർമേഷൻസ് എടുക്കേണ്ടത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും ചെയ്യേണ്ടോ എനിക്കറിയില്ല. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. ബിക്കോസ് അന്ന് ഫസ്റ്റ് ലൈഫ് സ്റ്റോറിയുടെ വീഡിയോ ഇട്ട സമയത്ത് കിച്ചുവിന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, മോനെ ഹാപ്പി ആയിട്ടിരിക്കും, എല്ലാം സെറ്റാവും, അടിച്ചു പൊളിക്ക്, സക്സസ് ആയിട്ട് പോകും എന്നുള്ളൊരു മെസ്സേജ് ഇട്ടിട്ടുള്ള അവനതിന് റിപ്ലൈ ചെയ്ത്. ഈവൻ നമ്പർ ഉണ്ടായിട്ട് പോലും ഞാൻ ഇന്നേ വരെ കോൺടാക്ട് ചെയ്യുന്നില്ല. എൻ്റെ നമ്പറും പുള്ളിയുടെ കയ്യിലുണ്ട്. മേ ബി ഞാൻ ആരാന്നൊക്കെ എവിടെയെങ്കിലും ഇൻസ്റ്റയിലും മറ്റൊക്കെ ആയിട്ട് വീഡിയോ കണ്ടിട്ട് പുള്ളിക്ക് അറിയായിരിക്കും. ബിക്കോസ് മേ ബി അറിയാതിരിക്കാം. ആ പയ്യന് മേ ബി അവനായിട്ട് ക്ലോസ് ആയിട്ട് കോൺടാക്ട് ഉള്ള പല യൂട്യൂബേഴ്സും ഉണ്ടാവും കേട്ടോ. ഓഫ് കോഴ്സ് ഉണ്ടാവും, നല്ല ക്ലോസ് ആയിട്ടുള്ളത്, എപ്പോഴും സംസാരിക്കുന്നതായിട്ടുള്ളത് ഉണ്ടാവും. അവരെല്ലാം ഇൻഫർമേഷൻ എടുത്തിട്ട് കാശ് കൊടുക്കുന്ന പറഞ്ഞിട്ട് എന്താ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അതിന് വല്ല തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് കാണിക്കണം കേട്ടോ. ഒരുമാതിരി ചെറ്റ വർത്താനമായി പോയി. ഞങ്ങളൊക്കെ എന്ത് ഈ ലൊട്ടിലൊടുക്ക് നിങ്ങളുടെ കൊണച്ച ഇൻഫർമേഷന് കാശും കൊടുത്തിട്ട് ഇതാക്കി ഇരിക്കുന്ന ആൾക്കാർ വന്നാൽ ഞാൻ എന്തായാലും ചെയ്യാറില്ല. ബാക്കിയുള്ളവരാരും എനിക്കറിയില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ യൂട്യൂബിൽ നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. PR വർക്ക്. നിങ്ങൾ ഈ ബിഗ് ബോസിലെ PR വർക്കും അല്ലേ കേട്ടിട്ടുള്ളൂ. യൂട്യൂബിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടന്റ്സിനെതിരെയും അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കെതിരായിട്ട് PR വർക്ക് ചെയ്യുന്ന പരിപാടി ഉണ്ട്. ഞാനൊരാൾ വഴി അറിഞ്ഞാണ്, അതിൻ്റെ അത്ര ഡീറ്റെയിൽ ഞാൻ അന്വേഷിക്കാനൊന്നുമില്ല. ബിക്കോസ് എനിക്ക് താല്പര്യമില്ലാത്ത സബ്ജക്റ്റ് ആയതുകൊണ്ട്. വിഗാണ്. എനിക്കിത് ഇങ്ങനെ കാണിക്കുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. ചേച്ചി അത് ഇടൂ.
എൻ്റെ പൊന്നെ, ആങ്കറുടെ കരച്ചിൽ കണ്ടിട്ട് ഇത് ആദ്യമായിട്ടാണ് ക്യാൻസർ പേഷ്യൻസിനെ കാണുന്ന ജീവിതത്തിൽ മക്കള്. അറിയാൻ പറ്റാൻ ശരിയാണ്, ഇവരായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് സങ്കടം വരും, വിഷമം വരും. രേണു സുധിയായിട്ട് ഭയങ്കര ക്ലോസ്ലി ഇന്ററാക്ട് ചെയ്യണം, എപ്പോഴും പരിചയമുള്ള ആൾക്കാർക്ക് വിഷമം വരും. നിങ്ങൾ അങ്ങനെ വല്ലതും കാണോ? നിങ്ങൾ ഈ ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത് വിഗ് ആണെന്നും എല്ലാം. ക്യാൻസർ പേഷ്യൻറ്റ് ഇത്രയും കീമൊക്കെ ചെയ്യുന്ന ആളുടെ മുടി കൊഴിയും, ഓഫ് കോഴ്സ് കൊഴിയും. ഇത്ര പെട്ടെന്ന് മുടി വരാൻ വേണ്ടി രേണു സുധിക്ക് പ്രത്യേക സിദ്ധിയൊന്നുമില്ല, അത് വിഗാന്ന് അറിയാം. എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഇന്റർവ്യൂവിൽ ഒരു ഹുക്കപ്പ് കൊടുക്കാൻ വേണ്ടി കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, എന്തിനാ വിഗാണ് ഊരി കാണിക്കണത്? പറഞ്ഞാൽ പോലെ എൻ്റെ വിഗാണ്, ആർക്കറിയാൻ പാടില്ലാത്തത്. ഫുൾ ഇന്റർവ്യൂ ഇത് എന്തുവാ കാണിച്ചു വെച്ചേക്കുന്നത് നിങ്ങൾ? ഇത് വരരുത്, വിഷമം വരരുത്. അങ്ങനെയാണ് ഞങ്ങൾ അവനെ, ഞങ്ങളുടെ ബന്ധുക്കളുടെ മുന്നിൽ പോലും അവനെ ഞങ്ങൾ കൊണ്ടു നടന്നത്, അറിയോ? അതൊക്കെ മറന്നാണ് ഇപ്പൊ പെരുമാറുന്നത്. എനിക്കൊന്നും വേണ്ട. കിച്ചു രാഹുൽ സന്തോഷമായിട്ട് ബിസിനസ്സും ചെയ്ത് ബിഗ് ബോസിനും കയറുവാണെങ്കിൽ കയറട്ടെ, എന്തും ആയിക്കോട്ടെ, പൈസ ഉണ്ടാക്കി ജീവിക്കട്ടെ. എനിക്ക് 1 രൂപ തന്നിട്ടുമില്ല, എനിക്ക് വേണ്ട. ക്യാൻസർ ആയിട്ട് കിടക്കുമല്ലേ, ഒരു വിഷമമുള്ളവരുടെ വിഷമം തീർക്കാനാണോ വന്നത്? ഇവര് പറയുന്ന കിച്ചോടെ വന്ന് നോക്കിയത് ഇവര് എണീറ്റ് കിടക്കൂല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി, ഇവര് ചത്തോന്ന് അറിയാൻ വേണ്ടി വന്നാണെന്നൊക്കെ. എന്തൊക്കെ വർത്താനങ്ങളാന്ന് അറിയുന്നത് പറഞ്ഞു നോക്കണേ. നീയൊരു പോഷണി തന്നെ ഇവര് പറഞ്ഞ കാര്യങ്ങൾ, അവന്റെ ബിസിനസ് ആവട്ടെ, ബിഗ് ബോസിൽ കയറി ആവട്ടെ, ഇനിയിപ്പോ എനിക്കെന്താ? ഇതൊക്കെ എന്തിനും ഇവിടെ കിടന്ന് പറയണേന്ന് ഞാൻ ആലോചിച്ച് നോക്കണേ. നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇവരെന്താ ഉദ്ദേശിക്കണേന്നുള്ളത്. വെറുതെ അല്ലാട്ട് ഇത്രയും ഹേറ്റ് വന്നത്. ഞാൻ ഇത്രയും നാളത്തെ വെറുതെ ഇവരെ പല വീഡിയോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത്രയും ഒരു ഇത് തോന്നിയിട്ടില്ല. ബട്ട് ദിസ് ഇന്റർവ്യൂ ഒട്ടും ആവശ്യമില്ലായിരുന്നത്. കഴിഞ്ഞ പുള്ളി ഇത് തന്നെ. ഇനി ഫുൾ അവസാനം വരെ മൊത്തം പറഞ്ഞേക്കണത് ഇത് തന്നെ. ഈ ചെറുക്കനെ കുറിച്ചുള്ള അപരാധവും കുറ്റം പറച്ചിൽ മാത്രമേ ഉള്ളൂ. സ്വന്തം മോനെ പോലെ വളർത്തുമോൻ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. ഇത്രയും നാൾ മോൻ എന്നാണ്, ഇപ്പോൾ വളർത്തുമോനുള്ള വാക്ക് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ എന്ത് പറയുമെന്നുള്ളത് കണ്ടറിയാം. അതാണ് ഇവരുടെ അതാണ് അതെനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഒരാവശ്യമില്ലായിരുന്നു രേണു ഒരാവശ്യമില്ല. അവരവരുടെ ലൈഫ് ജീവിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ അസുഖമൊക്കെ അല്ല, അത് മാറണവരെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, മറ്റുള്ളവരെ ഇതിൻ്റെ അകത്തേക്ക് വലിച്ചിടാതെ. അതാണ് ഞാൻ എൻ്റെ മെയിൻ ഉദ്ദേശം ഞാൻ ഈ വീഡിയോ കൂടി പറയുന്നത്. നിങ്ങൾക്ക് വയ്യ, ക്യാൻസറാണ്, ഇടിച്ചോലെ ഒളിച്ച് കരയോ ഒന്നും വേണ്ട. മറ്റുള്ളവർ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഇതിലേക്ക് വലിച്ചിടാതെ, മറ്റുള്ളവർക്ക് നെഗറ്റിവിറ്റി കൊടുക്കാതെ നിങ്ങൾ ഇരിക്കും. അതെങ്കിലും ചെയ്യിനി. ബാക്കി എന്ത് പണ്ടാരം വേണമെങ്കിലും ചെയ്തു. എന്തായാലും എല്ലാ വീഡിയോയിലും ഞാൻ ക്ലോഷർ കൊടുക്കുന്ന പോലെ ഇവർക്ക് ഇങ്ങനത്തെ ഒരു അസുഖമുണ്ട്, ക്യാൻസർ ഉണ്ട്, അത്രയും ബുദ്ധിമുട്ടി കൂടിയാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഇവർ നശിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല.